തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം 38ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ഡിസംബർ 22 മുതൽ 29 വരെയാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര AS ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സബ് കളക്ടർ നിർവഹിച്ചു. പ്രതിഫലനം കൂടിയാണത്. അതോടൊപ്പം നമ്മുടെ ഭക്ഷണ രീതിയിൽ, പരമ്പരാഗത ഭക്ഷണ രീതികളിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ആധുനികമായ ഭക്ഷണ ശൈലികളിലേക്ക് മാറുന്നതും തീർച്ചയായിട്ടും ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ അതിനൊക്കെ എതിരെയുള്ള ഒരു പ്രതിരോധം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അടുത്തിട്ടിൽ നിന്ന് തന്നെ വളർന്നു വരേണ്ടതുണ്ട്. അതിലേക്ക് തീർച്ചയായിട്ടും ഇത്തരം ആശയങ്ങളും അതിൻ്റെ ഈ പ്രകൃതി ഗ്രാമം പോലെയുള്ള അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്, ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ വളരെയധികം സഹായം നൽകുന്ന കാര്യമാണ്. അതേപോലെ മരുന്നുകളുടെ അമിത ഉപയോഗം അതും നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് ഈ അടുത്ത് നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്ഷയരോഗത്തിന് പലപ്പോഴും ആന്റിബയോട്ടിക്കുകൾ പോലും വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലം ഈ സൂക്ഷ്മാണുക്കൾ അതിനെതിരെ പ്രതിരോധശേഷി കൈവരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയുള്ള മരുന്നുകൾ റിസർച്ച് ചെയ്യുകയും അതുപോലും ഫലിക്കാതെ വരികയും ചെയ്യുന്ന അതിന്റെ അമിത ഉപയോഗം മൂലം പലപ്പോഴും നമ്മളുടെ മൃഗങ്ങളിൽ പോലും ഇതിന്റെ അംശം കാണുകയും ഈ മരുന്നുകളുടെ അംശം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുഃഖകരമായ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. സോ ആ രീതിയിൽ കുറച്ചുകൂടി നമ്മളുടെ ഒരു പരമ്പരാഗത ജീവിതശൈലി അല്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2 or 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ദാരിദ്ര്യമൊക്കെ ഇന്നുള്ളതിൽ വളരെ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു ആശുപത്രിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്, അതല്ലേ? അങ്ങനെയാണല്ലോ. ഒരു ആശുപത്രിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. ഡോക്ടർ PA രാധാകൃഷ്ണൻ, ഡോക്ടർ ജയദേവ്, ബിന്ദു വിജയ അഴീക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഡിസംബർ 29 സമാപന സമ്മേളനത്തിൽ സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മുഖ്യാതിഥിയായി എത്തും. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.